വന്നു 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 എട്ടാം ക്ലാസ്സുകാരുടെ കൊല്ലപ്പരീക്ഷയുടെ തീയതി വന്നു അല്ലേ? നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെ തമ്മിൽ കണ്ട പോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ മക്കളുടെ കൊല്ലപ്പരീക്ഷ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. ആ കാര്യം അറിയിക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ഫ്രണ്ട്സിൽ നിങ്ങളുടെ എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവരും എന്ത് ചെയ്യട്ടെ അറിയട്ടെ ഏതൊക്കെ തീയതിയിലാണ് എക്സാം എന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് അവർക്കൊന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇന്നലെ നടന്ന QIP യോഗ തീരുമാനങ്ങൾ. ഈ QIP എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ഹൈസ്കൂൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എന്തൊരു യോഗമാണ്, എന്തൊരു യോഗമാണ്, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ചില യോഗങ്ങളാണ്. ആ യോഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വാർഷിക പരീക്ഷകൾ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നിർദ്ദേശം, എന്താണ്? അതായത് ഹൈസ്കൂൾ, നിങ്ങൾ എട്ടാം ക്ലാസ് ഹൈസ്കൂൾ ആയതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ അറ്റാച്ച് ചെയ്ത സ്കൂളുകൾക്ക് വാർഷിക പരീക്ഷ എന്നായിരിക്കും, മാർച്ച് 1 മുതൽ മാർച്ച് 27 വരെ. നിങ്ങളെന്താണ് ഹൈസ്കൂൾ ആയതുകൊണ്ട് തന്നെ ഹൈസ്കൂളിലുള്ള കുട്ടികളുടെ പരീക്ഷ എന്നാടാ, മാർച്ച് 1 മുതൽ മാർച്ച് 27 വരെ. ഡേറ്റ് ഓർത്ത് വെച്ച് എന്നാടാ, മാർച്ച് 1 മുതൽ മാർച്ച് 27 വരെയാണ് എന്ത്, നിങ്ങളുടെ പരീക്ഷാ തീയതി. ഇത് നിങ്ങളുടെ അനിയന്മാരൊക്കെ എന്ത് ചെയ്യും, 1 മുതൽ 7ാം ക്ലാസ് വരെ, അതായത് ഹൈസ്കൂളിനോട് ചേർന്നല്ലാതെ വേറെ സ്കൂളുകൾ അല്ലേ, 1 മുതൽ 7 വരെ മാത്രമുള്ള സ്കൂളുകൾ നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ ഹൈസ്കൂളില്ല. അപ്പോൾ ഹൈസ്കൂളില്ലാത്ത UP സ്കൂളാണെങ്കിൽ അവിടുത്തെ പരീക്ഷ എന്നായിരിക്കും, മാർച്ച് 18 മുതൽ 26 വരെ. ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങളുടെ പരീക്ഷ എന്നാടാ, മാർച്ച് 1 മുതൽ 27 വരെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ ഡേറ്റ് തന്നെയാണ് നിങ്ങളുടെ SLC പഠിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എക്സാം അല്ലേ. SLCക്കാരുടെയും പരീക്ഷാ തീയതി എന്നാ, മാർച്ച് 1 മുതൽ മാർച്ച് 27 വരെയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, SSLC പരീക്ഷാ ദിവസങ്ങളിൽ 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, SSLC എക്സാം ഉള്ള ദിവസങ്ങളിൽ 1 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല. ഓർത്ത് വെച്ചോ, നിങ്ങൾ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഇതേ ഡേറ്റിൽ മാർച്ച് 1 മുതൽ 27 വരെയാണ് SSLC എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡേറ്റിൽ SSLC എക്സാം നടക്കുന്നുണ്ടോ ആ ദിവസങ്ങളിലൊന്നും 8ാം ക്ലാസ്സുകാരായ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല. പകരം പരീക്ഷ എന്താ ഉണ്ടാവുക, SLC പരീക്ഷ നടക്കാത്ത ദിവസങ്ങളിൽ അല്ലേ, SLCക്കാർക്ക് പരീക്ഷ ഇല്ലാത്ത ദിവസങ്ങളിലാണ് എന്ത് നടക്കുക, 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പരീക്ഷ ഉണ്ടാവുക. സോ വിശദമായി ഇതിൻ്റെ പരീക്ഷ ടൈം ടേബിൾ എന്ത് ചെയ്യും, വിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് പ്രസിദ്ധീകരിക്കില്ല. ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റ് ആയുള്ള ഒരു ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ അപ്പം തന്നെ എജ്യൂപോർട്ടും എന്ത് ചെയ്യും, പ്രസിദ്ധീകരിച്ചിട്ട്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ എല്ലാ കാര്യവും സെറ്റാക്കാൻ മക്കളെ നിങ്ങളുടെ കൂടെ തന്നെ എജ്യൂപോർട്ട് ഉണ്ട്. അപ്പോൾ മാർച്ച് 1 മുതൽ മാർച്ച് 27 വരെയുള്ള ദിവസങ്ങളിൽ SLCക്കാർക്ക് പരീക്ഷ നടക്കാത്ത ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, പരീക്ഷ ഉണ്ടാവുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കേട്ടോ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, എന്താണ് അവസ്ഥ അല്ലേ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങി. അതേപോലെ നിങ്ങൾക്ക് ചില വിഷയങ്ങൾ എന്തായിരിക്കും, ഭയങ്കര ടഫായിരിക്കും, ചില വിഷയങ്ങൾ ഭയങ്കര സിമ്പിളായിരിക്കും അല്ലേ. അപ്പോൾ സിമ്പിളായ വിഷയം ഏതാണ്, ടഫായ വിഷയം ഏതാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മക്കളെ പറയാനുണ്ടെങ്കിൽ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കില്ലല്ലേ, കാര്യം പറയാൻ വന്നില്ല. അപ്പോൾ മക്കളെ, ഇനി നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ലൈവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഷോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കാൻ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡേറ്റ് ഓർത്ത് വെക്കുക. എന്നാണ് ഡേറ്റ്, മാർച്ച് 1 മുതൽ 27 വരെ. SSLCക്കാർക്ക് എക്സാം ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് നടക്കും, എക്സാം നടക്കും. സോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.